ബീഹാറിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. മന്ത്രിസ്ഥാനങ്ങൾ പങ്കിടുന്നതിനായി ഇന്ന് NDA സഖ്യം പട്നയിൽ യോഗം ചേരും. നിലവിൽ BJPയിൽ നിന്ന് 15 മന്ത്രിമാരും JDUവിൽ നിന്ന് 14 മന്ത്രിമാരും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ വിഷ്ണു തലവൂർ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിഷ്ണു, സർക്കാർ രൂപീകരണ ചർച്ചകൾ അത് സമവായത്തിലെത്തിയിട്ടില്ല എന്നൊരു കാര്യം കൂടിയില്ലേ? കാരണം ഈ JDUവിൽ നിന്നുള്ള മന്ത്രിമാരുടെ കാര്യവുമായി ബന്ധപ്പെട്ട്, അതായത് അവരുടെ ആവശ്യങ്ങൾക്ക് മുൻപിൽ BJP അടിപതർന്നു പ്രതിസന്ധിയിലാകുന്നു എന്നുള്ളതല്ലേ വിഷ്ണു? ഭദ്ര, തീർച്ചയായിട്ടും ഇപ്പോൾ NDAയുടെ യോഗങ്ങളൊക്കെ തന്നെ തകൃതിയായി നടക്കുന്നുണ്ട്. കാരണം എത്രയും പെട്ടെന്നൊരു മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പൂർത്തിയാക്കി ഈ ആഴ്ച തന്നെ സത്യപ്രതിജ്ഞയിലേക്ക് നീങ്ങാനുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ NDA ക്യാമ്പിൽ നടക്കുന്നത്. നിലവിൽ ഈ വരുന്ന 21-ാം തീയതിയോട് കൂടി തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത്തവണ ബീഹാറിൽ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. കാരണം JDU വലിയ തലത്തിലൊരു മുന്നേറ്റം തന്നെ നടത്തിയ കൂടിയാണ് BJPക്ക് മുഖ്യമന്ത്രി സ്ഥാനമെന്ന സ്വപ്നം നഷ്ടമായ സാഹചര്യമുള്ളത്. എന്തായാലും നിലവിൽ പുറത്തുവരുന്ന ചർച്ചകൾ അനുസരിച്ചുകൊണ്ട് BJPക്ക് 15 മന്ത്രിമാരും JDUവിന് 14 മന്ത്രിമാരും ആയിരിക്കും ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ചിരാഗ് പാസ്വാന്റെ LJPക്ക് കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ നൽകേണ്ട ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. എന്തായാലും LJP ഇപ്പോൾ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത്. എന്തായാലും ഈ തരത്തിൽ NDAയുടെ യോഗം ചേരും. നാളെയായിരിക്കും ലെജിസ്ലേറ്റീവ് പാർട്ടി യോഗം ചേരുക. അതിനുശേഷം ഈ ലെജിസ്ലേറ്റീവ് പാർട്ടി യോഗത്തിൽ ലെജിസ്ലേറ്റീവ് ലീഡറായിട്ട് നിതീഷ് കുമാറിനെ തിരഞ്ഞെടുക്കുകയും അതിനുശേഷം സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഗവർണർ ആരിഫ് ഖാന് മുന്നിൽ ഉന്നയിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ NDA ക്യാമ്പിൻ്റെ ചർച്ചകളൊക്കെ തന്നെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മറുവശത്ത് RJDയിൽ വലിയ പൊട്ടിത്തെറി തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ ഒരു തോൽവിക്ക് പിന്നാലെ വലിയ കുടുംബ വഴക്കിലേക്കൊക്കെ തന്നെ കാരണങ്ങൾ എത്തി നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമാണ് ലാലു പ്രസാദ് യാദവിൻ്റെ മകൾ രോഹിണി ആചാര്യ വലിയ ആരോപണങ്ങൾ തേജസ്വി യാദവിനെതിരെ ഉന്നയിക്കുകയും വീട് വിട്ട് പുറത്തു പോകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരിക്കുന്നത്. അതായത് RJDയിൽ തേജസ്വി യാദവിൻ്റെ അപ്രമാദിത്വം എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ്, വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രോഹിണി ആചാര്യ വീട് വിട്ട് ഇറങ്ങിയ ഒരു സാഹചര്യമുള്ളത്. ഇപ്പോൾ രോഹിണി ആചാര്യയ്ക്ക് പുറമെ മറ്റ് 3 പെൺമക്കൾ കൂടി കുടുംബം ഈ വീട്ടിൽ നിന്ന് വീട് വിട്ടിറങ്ങി എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ തേജ് പ്രതാപ് യാദവ് പെൺമക്കൾക്ക്, സഹോദരിമാർക്ക് ഒരു പിന്തുണ നൽകിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ തേജ് പ്രതാപ് യാദവ് NDA ക്യാമ്പിലേക്ക് നീങ്ങുന്നു എന്ന സൂചനകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഭദ്ര, തീർച്ചയായും വിഷ്ണു, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ കോൺഗ്രസിന് എതിരെ വിമർശനങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. കാരണം രാഹുൽ ഗാന്ധിയൊന്നും വലിയ രീതിയിൽ ഇടപെടൽ നടത്തുന്നില്ല. ഒപ്പം KC വേണുഗോപാലിനോടത്തൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ തോൽവിയെക്കുറിച്ചുള്ള വിമർശനങ്ങളിലും ചോദ്യങ്ങളിലും ഒന്നും തന്നെ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമായിരുന്നു KC വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അവിടെയുള്ള നീക്കങ്ങളൊക്കെ എങ്ങനെയാണ് ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട്? ഭദ്ര, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ കാര്യങ്ങൾ അത്ര സേഫ് അല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ ഒരു തോൽവിയിൽ ഏറ്റവും വലിയ വിമർശനം നേരിടുന്നത് കോൺഗ്രസ് തന്നെയാണ്. കാരണം കോൺഗ്രസ് തുടക്കം മുതൽ തന്നെ സ്വീകരിച്ച പല നിലപാടുകളും മഹാസഖ്യത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തലത്തിലായിരുന്നു. അതോടൊപ്പം തന്നെയാണ് മഹാസഖ്യത്തിനെതിരെ തന്നെ കോൺഗ്രസ് സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നടക്കം കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് നിലവിൽ ഉയർന്നു വരുന്നത്. എന്തായാലും മറ്റ് ഇന്ത്യ സഖ്യത്തിലെ പല പാർട്ടികളും ഇപ്പോൾ കോൺഗ്രസിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമാണ്. എന്തായാലും ഇത്തരത്തിൽ സുപ്രിയ സുലെ, NCP നേതാവ് സുപ്രിയ സുലെ ഇന്ന് രാവിലെ ഒരു കാര്യം പറഞ്ഞത് ഇന്ത്യ സഖ്യം ഈ ഒരു തോൽവി കൃത്യമായി തന്നെ വിലയിരുത്തണം എന്ന് തന്നെയാണ്. അതായത് കോൺഗ്രസിൻ്റെ നിലപാടടക്കം പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നൊരാവശ്യം സുപ്രിയ സുലെയുടെ ഭാഗത്തു നിന്ന് വരുന്നു. മറ്റ് പ്രതിപക്ഷ പാർട്ടികളും കോൺഗ്രസിനെ ശക്തമായി തന്നെ വിമർശിക്കുന്ന സാഹചര്യം. അതോടൊപ്പം തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് കോൺഗ്രസിൻ്റെ ആ ഒരു അപ്രമാദിത്വമൊക്കെ തന്നെ അവസാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ കോൺഗ്രസിന് ഒരു ശക്തിയില്ല, പ്രാപ്തിയില്ല എന്നതാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. അത്തരത്തിൽ കോൺഗ്രസും വലിയ പ്രതിസന്ധി തന്നെയാണ് ഭദ്ര ഈ ഘട്ടത്തിൽ നേരിടുന്നത്. ശരി, വ്യക്തമാണ് വിഷ്ണു. എന്തായാലും ഇന്ന് പട്നയിൽ നിർണായകമായിട്ടുള്ള NDA യോഗം ചേരുന്നുണ്ട്.
എത്രയും പെട്ടെന്ന് സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷേ നിതീഷ് കുമാറിൻ്റെ പാർട്ടി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആ ആവശ്യങ്ങൾക്ക് മുന്നിൽ BJP വലിയ രീതിയിൽ പ്രതിസന്ധിയിലാകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇന്നറിയാം എങ്ങനെയൊക്കെയാണ് ആർക്കൊക്കെയാണ് സീറ്റുകൾ എന്നുള്ളത്. ഒപ്പം നമുക്കറിയാം ചിരാഗ് പാസ്വാന്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനമോഹം അതുകൂടി അവിടെ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. ആ തരത്തിലൊക്കെയാണ് നീക്കങ്ങൾ ബീഹാറിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തോൽവി കോൺഗ്രസ് ആണ് ഈ ഒരു തോൽവിക്ക് പിന്നിലെന്നുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും അത് ഇന്ത്യ സഖ്യത്തിലടക്കം വലിയ വിമർശനം കോൺഗ്രസിനെതിരെ, രാഹുൽ ഗാന്ധിക്കെതിരെ, KC വേണുഗോപാലിനെതിരെയൊക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ തോൽവി കോൺഗ്രസ് വലിയ രീതിയിൽ പഠിക്കണം എന്നൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ് ഇന്ത്യ സഖ്യത്തിലെ മറ്റ് പാർട്ടികൾ എന്നുള്ളതാണ്.